പാലാരൂപതയുടെ പ്രിയങ്കരനായ വികാരി ജനറൽ മോൺസിഞ്ഞോർ കൊല്ലംപറമ്പിൽ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ഈ ഭവനത്തിൽ വലിയ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നമുക്കേറ്റവും പ്രിയപ്പെട്ട മുതിർന്ന സഹോദരിമാരുടെ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. ഈ ജൂബിലി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവരും, ജനറാളമ്മയും പ്രൊവിൻഷ്യൽ അമ്മമാരും മുൻ ജനറാളും എല്ലാം നിങ്ങളോടുള്ള താല്പര്യത്തിൻ്റെയും പരിഗണനയുടെയും തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അവരുടെ സാന്നിധ്യം അവരെ ഇവിടെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ പാലായിലെ ഭരണങ്ങാനം, പാലാ പ്രൊവിൻസുകളും, തലശ്ശേരി, മാനന്തവാടി, താമരശ്ശേരി, ജലന്ധർ എന്നീ പ്രൊവിൻസുകളിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഇവിടെ ഒന്നിച്ച് പങ്കെടുക്കുന്നു എന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളിവിടെ ഒന്നിച്ചായിരിക്കുമ്പോൾ, നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഫ്രാൻസിസ് അസീസിയുടെയും ക്ലാര പുണ്യവതിയുടെയും അൽഫോൻസാമ്മയുടെയും കൊളയത്താമ്മയുടെയും എല്ലാം ജീവിത മാതൃകകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ കടന്നുപോയ വഴികളിലുണ്ട്. നിങ്ങളെ തന്നെ നിർവചിച്ച ജീവിത പന്ഥാവിൽ എല്ലാം അതുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നല്ല ഒരു സിസ്റ്ററായിട്ട് ഈ 50 വർഷങ്ങൾ ജീവിക്കാൻ സാധിച്ചതിൻ്റെ സംതൃപ്തിയിലാണ് നിങ്ങളെല്ലാവരും. പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് മാർപ്പാപ്പ ആയിക്കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ പഴയ ഓഫീസിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോടൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഈ മാർപ്പാപ്പയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാമോ? പുതിയ ആള്, വലിയ തിയോളോജിയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു, ഉൻ വേറോ ക്രിസ്ത്യാന, ഒരു നല്ല ക്രൈസ്തവനാണ് അദ്ദേഹം. ഏറ്റവും നല്ല ഒരു മറുപടിയാണ് കൊടുത്തത്. നിങ്ങളെക്കുറിച്ചും 50 വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ ഒരുപാട് ശുശ്രൂഷ മണ്ഡലങ്ങൾ എല്ലാം ജനറലായിട്ടും പ്രൊവിൻഷ്യലായിട്ടും പ്രിൻസിപ്പൽമാരായിട്ടും അല്ലെങ്കിൽ സാധാരണ മഠത്തിലെ ഒരു സാധാരണ അംഗം എന്ന നിലയിലും എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റും ഇവിടെ ആയിരിക്കുന്ന ഒരുപാട് സിസ്റ്റേഴ്സ് ഈ മഠത്തിലെയും മറ്റ് പ്രൊവിൻസിലെയും ഒക്കെയുണ്ട്. നല്ലൊരു അമ്മ, നല്ലൊരു സിസ്റ്റർ പരിശുദ്ധ പിതാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ പൊൻവേറോ ക്രിസ്ത്യാനോ, സത്യസന്ധനായ ഒരു ക്രൈസ്തവൻ, നല്ല വിശ്വാസമുള്ള, ലാളിത്യമുള്ള, വിനയമുള്ള ഒരു സിസ്റ്റർ എന്ന് നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ജൂബിലിക്ക് അർത്ഥവും കരുത്തും ഉണ്ടാകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 6:31 ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു തിരുവചനം, നമുക്ക് അല്പം വിശ്രമിക്കാം. അത് നല്ലതാണ്, നമുക്കൊക്കെ അത് ആവശ്യമാണ്. നമുക്കല്പം വിശ്രമിക്കാം. ആ പശ്ചാത്തലവും നിങ്ങൾക്കറിയാം. ഒരുപാട് ആളുകൾ ഈശോയ്ക്ക് ചുറ്റും വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈശോയും ശിഷ്യന്മാരും ഒക്കെ വലയുകയാണ്. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നമുക്കല്പം വിശ്രമിക്കാം. വിശ്രമം ഒരു റീചാർജിങ് ആണ്, ഒരു പ്ലക്കിംഗ് ഇൻ ആണ്. നമ്മുടെ കറണ്ടിന് വേണ്ടി ഒരു പ്ലഗ് കുത്തി ഇടുന്നത് പോലെയാണ്. സ്വർഗവുമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടച്ചാണ് ഈ വിശ്രമം. വിശ്രമം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും, സ്ട്രെയിൻ ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. ആവശ്യമില്ലാത്തടത്തൊക്കെ നമ്മൾ കയറി ഇടപെടും. മറ്റുള്ളവരോട് നമ്മൾ താർക്കിക സ്വഭാവത്തോടുകൂടി പെരുമാറും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ഒഴിവാക്കാൻ വേണ്ടിയാണ്. നമുക്ക് വരുന്ന പീഡനങ്ങൾ ഈശോ മുൻകൂട്ടി കണ്ടു. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും മെത്രാന്മാർക്കും എല്ലാം ഉണ്ടാകാവുന്ന അപകടങ്ങൾ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഈശോ ഈ വിശ്രമത്തിൻ്റെ കാര്യം പറഞ്ഞത്. ആ വിശ്രമം ഇന്ന് ആദ്യത്തെ വായനയിൽ നമ്മൾ കേട്ടല്ലോ. നമ്മൾ 50 വർഷങ്ങൾ ശുശ്രൂഷകൾ ചെയ്ത് ഇതുപോലെ നിങ്ങളുടെ പൊതുസ്ഥാപനങ്ങളിൽ ആയിരിക്കുമ്പോൾ അല്പം ഒരു വിശ്രമം കൂടിയാണത്. നമ്മൾ ചെയ്ത കാര്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നന്ദിയുള്ളവരായിട്ട് നിൽക്കുവാനുള്ള ഒരവസരം കൂടിയാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പിതാവ് റോമൻ കുരിയായിലെ സഹപ്രവർത്തകരോട് പ്രസംഗിച്ച അവസരത്തിൽ പറഞ്ഞു, നിങ്ങൾക്കുള്ള 14 രോഗങ്ങൾ, 14 അസുഖങ്ങളെക്കുറിച്ചാണ് മാർപ്പാപ്പ അവരോട് പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഒരു അസുഖം മർത്ത കോംപ്ലക്സ്, ജോലിയെ ശരണം. എനിക്ക് എന്തെങ്കിലും എപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം, ഒന്നുമില്ലെങ്കിൽ തുന്നലെങ്കിലും നടത്തണം, വെറുതെ ഇരിക്കാൻ അറിയത്തില്ല, വിശ്രമിക്കാൻ അറിയത്തില്ല. മർത്തായിയുടെ അതായിരുന്നല്ലോ, വ്യഗ്രത കയറി എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കണം. മാർപ്പാപ്പ 14 രോഗങ്ങളിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞപ്പോൾ ഈ മർത്ത കോംപ്ലക്സിന് കൂടുതൽ ഇൻസിസ്റ്റൻസ് കൊടുത്തു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നിന്ന് അല്പം ഒന്ന് മാറി അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ, ഒരു മറിയത്തിൻ്റെ ഒരു വഴി, ഈശോയുടെ പദാന്തികത്തെങ്കിൽ ഇരിക്കാൻ, വചനം കേൾക്കാൻ, അതുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ മാർപ്പാപ്പ പറഞ്ഞത് നമുക്കുണ്ടാകുന്നത് സ്പിരിച്വൽ അൾഷെയ്മേഴ്സ്, ഓർമ്മക്കേടുകൾ ഇന്ന് ഒരുപാട് തലങ്ങളിലുണ്ട്. നമുക്കും കുറേയൊക്കെ ഉണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ കേട്ടില്ലായിരുന്നു, കേട്ടത് ഞാൻ മനസ്സിലെടുത്തില്ല, അല്ലെ കുറിച്ച് വെച്ചില്ല. അതാണല്ലോ അൾഷെയ്മേഴ്സ്, മറവി രോഗം. സ്പിരിച്വൽ അൾഷെയ്മേഴ്സ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. വലിയ ജോലി ഭ്രാന്തുമായിട്ട് നടക്കുമ്പോൾ ആധ്യാത്മിക തലത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് വേണ്ട അത്യാവശ്യ ജീവനെക്കുറിച്ച്, ഓജസ്സിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ പോകുന്നു. നമ്മളുടെ ശുശ്രൂഷയെക്കുറിച്ച് ഫ്രാൻസിസ് പിതാവ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, നമുക്കിപ്പോൾ ദൈവവിളി, പ്രത്യേകിച്ച് സമർപ്പിത സന്യാസിനികളുടെ കാര്യത്തിൽ ഒത്തിരി കുറയുന്നുണ്ട്. ദൈവവിളി മാർപ്പാപ്പ ഫ്രാൻസിസ് പിതാവ് പറയുന്നത് ഇറ്റ് ഈസ് ബൈ അട്രാക്ഷൻ. അതൊരു അട്രാക്ഷൻ വഴിയാണ്. അത് നമ്മളുടെ ജോലിയോ പ്രിൻസിപ്പൽ സ്ഥാനമോ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ സ്ഥാനമോ ഇതൊന്നും ആയിരിക്കില്ല അതിനുള്ള അട്രാക്ഷൻ. എന്തുകൊണ്ടോ നമുക്ക് ചില അവസരങ്ങളിലൊക്കെ ഇതിലേക്കുള്ള അട്രാക്ഷൻ കുട്ടികൾക്ക് കുറയുന്നുണ്ട്. ഈ സമർപ്പിത ജീവിതത്തിൻ്റെ ബന്ധുക്കളായിട്ട്, ആത്മബന്ധുക്കളായിട്ട് ഉള്ളവരോട് നമുക്ക് ഒരുപക്ഷെ വരുന്ന ആ ബന്ധക്കുറവ് കൊണ്ടായിരിക്കാം. ഒരു വീട്ടിലെ അംഗങ്ങളോട് നമുക്ക് ബന്ധമില്ലാണ്ട് പോകുന്നു, നമ്മൾ കണ്ടുമുട്ടുന്നില്ല. നമ്മളുടെ ആത്മമിത്രങ്ങൾ, അത് റിലീജിയസ് വിമൻ ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സഭാ ശുശ്രൂഷകളിൽ ആരാണെങ്കിലും, നമ്മളുടെ ആത്മബന്ധുക്കള് ദാരിദ്ര്യം, എളിമ, വിനയം, സന്തോഷം, കൂട്ടായ്മ ജീവിതം, പ്രാർത്ഥന, നിശബ്ദത, അധ്വാനം, വചനവായന, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ബന്ധുക്കള് പലപ്പോഴും നമുക്ക് ബന്ധമില്ലാണ്ട് പോകും. അവരോട് ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആകും, ഇൽ എക്വിപ്ഡ് ആകും. അങ്ങനെ വരുമ്പോഴാണ് ദൈവശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊരു റിനൻസിയേഷൻ നടത്തുമ്പോഴും അതിലൊരു അനൻസിയേഷൻ ഇല്ലാതെ പോവുകയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, വീട് വേണ്ടെന്ന് വെച്ചു, വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു, സെക്കുലറായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു. റിനൻസിയേഷൻ അതാണ്. പക്ഷേ എങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു അനൻസിയേഷൻ, ഒരു മംഗളവാർത്ത, ഒരു സന്തോഷകരമായ ഒരു കാര്യം പ്രഘോഷിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നാതെ വരുമ്പോഴാണ് ഈ ദൈവവിളി ബൈ അട്രാക്ഷൻ നമുക്ക് ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ കുറയുന്നത്. FCC സമൂഹത്തെ സംബന്ധിച്ച് ദൈവം വലിയ കൃപകൾ നൽകിയ ഒരു സന്യാസിനി സമൂഹമാണ്. അത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ 6 പ്രൊവിൻസും
അതിനോട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം അതെല്ലാവർക്കും അറിയാം. പാലായിലെ കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഈ പ്രോവിൻസും പല പ്രോവിൻസും നമ്മളുടെ രൂപതയോടും രൂപതാ പ്രവർത്തനങ്ങളോടും നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ശൈലി അത് ഒരുപക്ഷെ മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര വലുതാണ്. തലശ്ശേരിയിലെയും താമരശ്ശേരിയിലെയും മാനന്തവാടിയിലും ഒക്കെ പിതാക്കന്മാർ നിങ്ങളെക്കുറിച്ച് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പൊതുവേദികളിൽ സംസാരിക്കുന്നതും നിങ്ങളുടെ ശുശ്രൂഷയെ ശ്ലാഘിച്ച് ഓർമ്മിപ്പിക്കുന്നതും ഒക്കെ ഞാൻ പലതവണ കണ്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ സമർപ്പിത വർഷത്തിലാണ്. പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സർക്കുലറുകൾ ഉണ്ട്. വത്തിക്കാൻ കൗൺസിലിൻ്റെ ജൂബിലി വർഷമാണ്. അവിടെയും റിലീജിയസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനുള്ള വലിയൊരു അവസരമാണ്. ഈ സമർപ്പിത വർഷത്തിൽ ജൂബിലിക്കാരായിട്ട് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു അവസരം കൂടിയാണ്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അതെല്ലാം പിന്നീട് പഠിക്കുന്നതിനും വായിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നതിനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ധാരാളമുണ്ട്. നിങ്ങൾക്കത് അറിവില്ലാത്ത കാര്യവുമല്ല. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കാര്യം മാത്രമേ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ മിറിയാം എന്ന സ്ത്രീയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് വായിച്ചും കേട്ടും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. പഴയ നിയമത്തിൽ മോശയുടെയും അഹറോന്റെയും സഹോദരി ആയിട്ടുള്ള ആ സ്ത്രീ മിറിയാം എന്ന് എബ്രായ ഭാഷയിൽ പേര്. പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയോട് ബന്ധപ്പെട്ട് മറിയം, നമ്മൾ മേരി എന്നൊക്കെ പറയുന്ന ആ പേര് തന്നെയാണ്. പഴയ നിയമത്തിൽ മോശയുടെ ജീവിതവുമായിട്ട് ഈ പെങ്ങള്, ഈ സ്ത്രീ മിറിയാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് എൻ്റെ ഒരു റിഫ്ലക്ഷൻ. നിങ്ങൾ റിലീജിയസ് സഭയോട്, സഭാ ശുശ്രൂഷകളോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു മുൻകുറിയാണ് എന്ന് ഞാൻ കരുതുകയാണ്. പഴയ നിയമത്തിലെ സംഖ്യയുടെ പുസ്തകം 20:1 ഇസ്രായേൽ ജനം സീനാ മരുഭൂമിയിൽ എത്തി. അവർ കാദേശിൽ താമസിച്ചു. അവിടെ വെച്ച് മിറിയം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. തുടർന്നുള്ള തിരുവചനം പറയുന്നത്, അവളെ അവിടെ സംസ്കരിച്ചു. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹറോനുമെതിരെ ഒരുമിച്ച് കൂടി. ആ തിരുവചനങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിൽ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇസ്രായേൽക്കാര് പോയ കൂട്ടത്തിലെല്ലാം, മോശയും അഹ്റോനും പോയ കൂട്ടത്തിലെല്ലാം ഈ പെങ്ങളും പോയി. ആ പെങ്ങള് മരിക്കുന്ന ഒരവസരത്തില് പെങ്ങള് മരിച്ചു. ഉടനെ തിരുവചനം പറയുകയാണ്, അവർക്ക് വെള്ളമില്ലായിരുന്നു. കൂട്ടത്തിലുള്ളവർക്ക് വലിയൊരു പറ്റം ആളുകൾ ഈ മോശയുടെ അഹ്റോന്റെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ജലമില്ലായിരുന്നു. യഹൂദ പാരമ്പര്യത്തിൽ ഉള്ള ഒരു വിശ്വാസം, ഇസ്രായേൽക്കാര് അത്ഭുതകരമായ ഒരു കിണർ കൂട്ടത്തിൽ കൊണ്ടുപോയി എന്നതാണ്. ആ കിണറായിരുന്നു ഈ മിറിയാം. പുതിയ നിയമത്തില് മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവള്. അതാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കിണർ. പഴയ നിയമത്തില് ഈ മിറിയാമിനെ കുറിച്ചും ഇതാണ് യഹൂദ പാരമ്പര്യം. ലോകത്തിൽ മറ്റു ഒരു പുരുഷനെ കുറിച്ചോ വേറൊരു സ്ത്രീയെക്കുറിച്ചോ പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഫുൾ ഓഫ് ഗ്രേസ്. ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീയാണ് മിറിയാം, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ മറിയം. മിറിയാം മരിച്ചു. അവർക്ക് വെള്ളമില്ലാതായി. മിറിയാം കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്കൊരിക്കലും ജലത്തിന് ക്ഷാമമില്ലായിരുന്നു. ഈ റിലീജിയസിൻ്റെ ഒരു പ്രത്യേകത അതുപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ശക്തമായിട്ട് ഏതെല്ലാം രൂപതകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ, പ്രൊവിൻസിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അവിടെയെല്ലാം സഭ സജീവമാണ്.
സ്കൂളുകൾ, കോളേജുകൾ, ആതുരാലയങ്ങൾ, സാധാരണ പ്രവർത്തന മേഖലകൾ, കൊച്ചുകുട്ടികളോടുള്ള ബന്ധം അല്ലെങ്കിൽ കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾ, ആതുരാലയങ്ങൾ സംഘടിപ്പിക്കുന്നത്, എവിടെയെല്ലാം റിലീജിയസ് ആക്റ്റീവായിട്ടുണ്ടോ അവിടെ ദൈവജനത്തിന് സമൃദ്ധമായിട്ട് പാനം ചെയ്യുവാനുള്ള കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുന്നത്, റിലീജിയസ് കുറയുമ്പോൾ സഭ സ്റ്റെറയിലാവുകയാണ്, രൂപതകൾ വന്ധ്യത്വം പ്രാപിക്കുകയാണ്. നിങ്ങൾക്ക് എണ്ണം കുറഞ്ഞു എന്നുള്ള ഒരു സാങ്കേതിക കാര്യം മാത്രമല്ല, സഭയ്ക്കുണ്ടാകുന്ന ഒരു വരൾച്ച, ഒരു സ്റ്റെറിലിറ്റി, അതാണ്. മിറിയാം മരിച്ചു, വെള്ളമില്ലാതായി. ജനങ്ങൾ മോശയ്ക്കും അഹറോനും എതിരായിട്ട് വലിയ നീക്കങ്ങൾ നടത്തി. മിറിയാമിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യം കൂടെ, മിറിയാം മരിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ ആംഗ്ലയുടെ സ്വഭാവമൊക്കെ മാറി. വടിയെടുക്കാൻ പറയുമ്പോൾ വടിയെടുത്ത് തല്ലാൻ തുടങ്ങി. വടിയെടുക്കാൻ മോശയോട് പറഞ്ഞിരുന്നുള്ളൂ, നീ വടിയെടുത്ത് പാറയുടെ അടുത്ത് ചെന്നാൽ വെള്ളം കിട്ടും. മോശ വടിയെടുത്തു, കയറി ഒറ്റ അടിയും കൂടി കൊടുത്തു. അതുകൊണ്ടാണ് മോശയ്ക്ക് അഹ്റോന് കനാൻ ദേശത്ത് കയറാൻ പറ്റാതെ വന്നത്. അങ്ങനെ അടി കൊടുക്കുന്നവരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലും കാണും. ഒരു ചെറിയ തോണ്ട് കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കും. കാര്യം നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. പാറയ്ക്കിട്ട് അടിച്ചു, ഇഷ്ടംപോലെ വെള്ളം കിട്ടി. പക്ഷെ മോശയുടെ ആ സ്വഭാവത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, മോശയ്ക്ക് സമനില തെറ്റിയത് ഈ പെങ്ങൾ മരിച്ചതുകൊണ്ടാണ്. ഈ പെങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ അതെല്ലാം കണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ സഹോദരന്മാരെ, മോശയെയും അഹ്റോനെയും നല്ലതുപോലെ മുൻപിൽ നിർത്തി കാര്യങ്ങൾ നടത്താനായിട്ട് സാധിച്ചിരുന്നു. ഈ സ്ത്രീയുടെ മറ്റൊരു പ്രത്യേകത, മോശയുടെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ കരുതുകയാണ്. അദ്ദേഹം ജനിച്ചപ്പോൾ അന്നത്തെ രാജവിളംബര പ്രകാരം ആൺകുട്ടികളെ കൊന്നുകളയണമെന്നായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അമ്മ ഒരു കൊട്ടയുണ്ടാക്കി അതിൽ ചാണകം കൊണ്ട് പൊതിഞ്ഞ് നൈൽ നദിയുടെ അകത്ത് കൊണ്ടുപോയിട്ടു. ഈ പെങ്ങള് അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ കൊണ്ട് വെള്ളത്തിൽ ഇട്ടത് പുറപ്പാടിന്റെ പുസ്തകം 2:4 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ കാണും. ഈ പെങ്ങള്, മോശയുടെ ഈ സഹോദരി അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവള് കാണിച്ച ആ ഒരു മനോധൈര്യം, ആങ്ങള് ഇങ്ങനെ വെള്ളത്തിൽ ഒഴുക്കുകയാണ്, അതെന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി വിഷമിച്ച്, എന്നാൽ ഒരു സാധാരണ ഒരു സ്ത്രീ കാണിക്കാത്ത ഒരു മനോധൈര്യത്തോടു കൂടി അവളിവിടെ നിൽക്കുകയായിരുന്നു. അവള് അതിനുശേഷം ഈ രാജാവിന്റെ മകള് അവിടെ കുളിക്കാൻ വന്നപ്പോൾ അവളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ കിടപ്പുണ്ട്, ഒരു യഹൂദ കുട്ടിയാണെന്ന് തോന്നുന്നു, ഒരു യഹൂദ സ്ത്രീയെ ആ കുഞ്ഞിന്റെ പരിരക്ഷണത്തിനായിട്ട് കൊടുക്കണം. കൊട്ട തുറന്ന് നോക്കിയപ്പോൾ നല്ല ഒരു ആൺകുട്ടി, സുന്ദരനായ ഒരു ആൺകുട്ടി. അപ്പോൾ ഈ രാജാവിന്റെ മകള്, ഇവള് ഈ സഹോദരി ആണെന്ന് നമുക്കറിയത്തില്ല, അങ്ങനെ പറഞ്ഞത് കേട്ട് ഈ മോശയുടെ അമ്മയെ തന്നെ ഈ കുട്ടിയെ വളർത്താനായിട്ട് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതാണല്ലോ ചരിത്രം. അവിടെയുള്ള ഒരു കാര്യം, ഈ മോശയ്ക്ക് പിന്നീട് ഇതെല്ലാം അറിയാം. ഈ സഹോദരി അവിടെ നോക്കി നിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തില്ലായിരുന്നെങ്കിൽ മോശ ഒരിക്കലും താൻ ഒരു യഹൂദനായിരുന്നെന്നോ അല്ലെങ്കിൽ ഒരു യഹൂദനായിട്ട് വളർന്ന് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ടുള്ള ആളാണെന്നോ മനസ്സിലാക്കുമായിരുന്നില്ല. അവിടെയാണ് ഒരു റിലീജിയസിന്റെ റോള് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾ തന്നെ എത്രയോ ആളുകൾക്ക് എത്രയോ അവസരത്തിൽ സഭയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, റിലീജിയസ് ലൈഫിനെ കുറിച്ച് ഒക്കെ പറഞ്ഞ് എത്രയോ ആളുകളെ നിങ്ങൾ പഠിപ്പിച്ചതിന്റെ പേരിൽ വൈദികാന്തസ്സിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ മേലധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നു. ഈ മിറിയാം ചെയ്ത ഒരു വലിയ റോള് അതായിരുന്നു. വളരെ ശക്തമായ ഒരു സാന്നിധ്യം ആയിരുന്നു മോശയ്ക്ക്. ഈ പെങ്ങള്, മോശയുടെ ബാക്ക്ഗ്രൗണ്ട് പ്രസൻസ് ആയിട്ടുണ്ടായിരുന്നത് ഈ പെങ്ങളായിരുന്നു. ആ പെങ്ങളുടെ തിരോധാനം വന്നപ്പോൾ മോശ സമതല വിട്ട് പോകുന്നതും വളരെ സ്വാഭാവികമാണ്. കാരണം ഞാൻ ഈ സമുദായത്തിൽപ്പെട്ടവനാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നത് തന്നെ ഈ പെങ്ങളാണ്. പിന്നെ പെങ്ങന്മാരുടെ ഒരു സാധാരണ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഈ മിറിയാമിനും ഉണ്ടായിരുന്നു. മോശയുടെ കൂട്ടത്തിൽ
ഈ സ്ത്രീ കല്യാണം കഴിക്കാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് കല്യാണം കഴിക്കണമല്ലോ. മോശ കല്യാണം കഴിച്ചു. അപ്പോഴുള്ളൊരു കാര്യം കൂടെ സംഖ്യയുടെ പുസ്തകം 12:1 മോശയുടെ ഭാര്യയായ കുഷ്യസ്ത്രയെ പ്രതി, പേര് തന്നെ ഒരു കൊനഷ്ടാണ്. കൊനഷ്ട് എന്നാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ എബ്രായ വാക്കിൻ്റെ അർത്ഥം. മോശയുടെ ഭാര്യയായ കുഷ്യസ്ത്രയെ പ്രതി മിറിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. സാധാരണ വീടുകളിൽ നടക്കുന്ന കാര്യമാണ്. ഒരു താങ്കൾ കെട്ടി വരുമ്പോൾ ഇവിടെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ. ആ ജോലി ഈ സ്ത്രീയും ചെയ്തു. മോശയുടെ ഭാര്യയായ കുഷ്യസ്ത്രയെ പ്രതി മിറിയാമും അഹ്റോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ചോദിച്ചതാണ്. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെ സംസാരിച്ചിട്ടില്ലേ? നിങ്ങൾക്കും അതെല്ലാം പറയാൻ അവകാശമുണ്ട്. നിങ്ങളുടെ രൂപതയിലെ അച്ഛൻ വഴിയോ മെത്രാൻ വഴിയോ മാത്രമാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നിങ്ങൾ വഴി ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ ചോദ്യം തന്നെയാണ് ഈ സ്ത്രീയും ചോദിച്ചത്. ദൈവത്തിനും അത് ഇഷ്ടപ്പെട്ടു എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. പിന്നെ പറയുകയാണ്, കർത്താവ് ഉടനെ മോശയെയും അഹ്റോനെയും മിറിയാമിനെയും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ മൂന്നും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരിക. കർത്താവ് ഇറങ്ങി വന്ന് അഹ്റോനോടും മിറിയാമിനോടും സംസാരിച്ചു. ദൈവത്തെ വിളിച്ചിറക്കി കൊണ്ടുവന്നൊരു പെണ്ണാണത്. പെണ്ണടഞ്ഞപ്പം ദൈവത്തിന് പോലും പേടിയായി. മോശയോട് പറഞ്ഞു, പിള്ളകളിക്കരുത്, അവരെയും കൂട്ടി കൂടാരത്തിലേക്ക് വരണം, ഞാൻ ഇറങ്ങി വരാം. കർത്താവ് ഇറങ്ങി വന്ന് മിറിയാമിനോട് സംസാരിച്ചു. അതാണ് നിങ്ങളുടെ വെയിറ്റ്. നിങ്ങളെങ്ങനെ ആർക്കും ഒതുക്കി മാറ്റി നിർത്താനൊന്നും പറ്റുകയില്ല. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ ആ മാഹാത്മ്യം, അതാണല്ലോ ആ സ്ത്രീ ചോദിച്ചത്. നീ മാത്രമാണോ ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചത്? എൻ്റെ ജോലി പിന്നെ എന്തായിരുന്നു? അതെല്ലാം നിങ്ങൾക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട വിളിയുടെ ഏറ്റവും ശക്തമായ ഒരു മുഖവും അതുതന്നെയാണ്. പിന്നീട് മിറിയാമിന് അസുഖം പിടിക്കുന്നു, കുഷ്ഠം പിടിച്ചു. അവിടെയും ഒരു പ്രസക്തമായ കാര്യം 15-ാമത്തെ വാക്യം, സംഖ്യയുടെ പുസ്തകം 12. കുഷ്ഠമാണ്. ഇപ്പം കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന ആ രീതി എല്ലാ സമൂഹത്തിലുമുണ്ട്. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, വേഴ്സിക്കൽ 15, അവളെ അകത്ത് പ്രവേശിക്കുന്നിടം വരെ ജനം യാത്ര പുറപ്പെട്ടില്ല. അതാണ് ജനങ്ങൾക്കുള്ള ബന്ധം. ഒരു സിസ്റ്റർ, ഒരു റിലീജിയസ് നല്ലതുപോലെ ജനങ്ങളോടൊത്ത് പ്രവർത്തിക്കുമ്പോൾ വീട്ടുകാരും സ്വന്തക്കാരും ഒക്കെ ഇവർക്ക് അസുഖം പിടിച്ച് നമുക്ക് മാറ്റി താമസിപ്പിക്കാം. ജനങ്ങൾ പറഞ്ഞു നോക്കിയല്ല, ഞങ്ങൾ പോവുകയല്ല. ഈ സ്ത്രീയെ സമാഗമ കൂടാരത്തിൽ വീണ്ടും കൊണ്ടുവന്ന് ആക്കുന്നിടം വരെ ജനം യാത്ര പുറപ്പെട്ടില്ല. അപ്പോൾ മോശ ദൈവത്തെ വിളിച്ച് പറഞ്ഞു. മോശയുടെ 5 വാക്കുകളാണ്: പ്ലീസ് ഗോഡ് ഹീൽ ഹെർ നൗ. കർത്താവേ, നീ അവളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. അതാണ്. ജനം വാശി പിടിച്ചു, അവർ നിർബന്ധിച്ചു, ഞങ്ങൾക്ക് ഈ സ്ത്രീ ഇല്ലാണ്ട് ഒരു യാത്രയില്ല. അങ്ങനെ കർത്താവിനോട് മോശ കേണപേക്ഷിച്ച് അവരുടെ രോഗം മാറ്റിയെടുക്കുകയാണ്. ഞാനത് നിങ്ങളോട് ഈ സംഭവം പറഞ്ഞു. അതിലെല്ലാം ഒരു റിലീജിയസ് മുഖം അതിനുണ്ട്. അവൾ പ്രവാചകിയായിരുന്നു, നന്നായിട്ട് വേദഗ്രന്ഥങ്ങൾ ഇതിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള ആളായിരുന്നു, ജനങ്ങളോട് ബന്ധമുണ്ടായിരുന്നു, ആങ്ങളമാരോട് മോശയോടും അഹ്റോനോടും നല്ല ബന്ധമുണ്ടായിരുന്നു. എന്തിനേറെ ദൈവത്തോടും. ദൈവം ഇറങ്ങി വന്ന് ഈ ആങ്ങളയെക്കുറിച്ച് കെട്ടിവന്ന പെണ്ണുമായിട്ട് കൂട്ടിക്കെട്ടി കുറ്റം പറഞ്ഞപ്പോഴും ദൈവം അത് ക്ഷമിച്ച് താഴെ ഇറങ്ങി വന്ന് അവരുടെ ആ നേതൃത്വത്തെ അംഗീകരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ യാമപ്രാർത്ഥനയിൽ സങ്കീർത്തനങ്ങളുടെ അവസാനം മോശയുടെ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞൊരു സെറ്റ് വേഴ്സിക്കിൾസ് കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ മോശയുടെ സഹോദരിയായ മിറിയം, അവളുടെ കഴിവ്, അവള് ഇവിടെയുമുണ്ടല്ലോ ഒരുപാട് പാട്ടുകാരത്തിമാര്. മോശയുടെ പെങ്ങൾ മിറിയാം തപ്പെടുത്തു, ഹാർമോണിയം കയ്യിലെടുത്തു. അത് മാത്രമല്ല പാട്ടിന്റെ ശീലുകൾ പാടിക്കൊടുത്തു.
ചില വലിയ പാട്ടുകാരൊക്കെ ഇത് വായിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, പാടാൻ അറിയത്തില്ല. ഈ മിറിയാമിന്റെ പ്രത്യേകത ഇത് വായിക്കാനും അറിയാം, പാടാനും അറിയാം. അങ്ങനെയും ആ ജനത്തിന് വലിയ ഒരു നേതൃത്വം. ചെങ്കടൽ കടന്നപ്പോൾ എല്ലാവരും പേടിച്ചു നിന്നപ്പോൾ ഈ മിറിയാം ചെയ്തൊരു കാര്യം, പാട്ട് പാടിക്കൊടുത്ത് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് അവർക്ക് വലിയ നേതൃത്വം കൊടുത്തു. അതും നിങ്ങളുടെ വലിയൊരു സിദ്ധിയാണ്. ഏത് ഇടവകയിൽ ചെല്ലുമ്പോഴും കൊയറിൽ ഒരു സിസ്റ്ററെങ്കിലും ഇല്ലാത്ത ഒരു കൊയർ ഞാൻ കണ്ടിട്ടില്ല. ഈ മോശയുടെ സഹോദരിയുടെ ഒരു കണ്ടിന്യൂവേഷനാണ്. അവിടെ ഉപകരണങ്ങൾ വായിക്കുക, പാട്ട് പാടുക, അതിലൂടെയും വലിയൊരു നേതൃത്വമുണ്ട്. ഞാൻ സമയപരിമിതി പോലെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇന്ന് ഇതുപോലെ ആയിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ദിവസത്തിൽ ഈ മിറിയാമിനെ കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അവരുടെ പ്രവാചകത്വം, ദൈവത്തോടുള്ള അടുപ്പം, വ്യത്യസ്തമായ കഴിവുകൾ, ജനങ്ങളോടുള്ള ബന്ധം, അതൊക്കെ സന്യാസ ജീവിതത്തിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഒരു വ്യാഖ്യാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ രാവിലെ കുർബാന നിങ്ങൾക്ക് വേണ്ടി, ജൂബിലിക്കാർക്ക് വേണ്ടിയാണ് അർപ്പിച്ചത്. ഞാൻ ഈ പ്രോഗ്രാം ഏറ്റെടുത്തപ്പോൾ എനിക്കില്ലാതിരുന്നൊരു കാര്യം പിന്നീട് വന്നു. മേജർ ആർച്ച് ബിഷപ്പ് ഇന്ന് 11 മണിക്ക് കൊഴുവനാൽ ജൂബിലിക്ക് ഒരു കുർബാന ആരംഭിച്ചു. അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കവിടെ ചെല്ലേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ വെല്ലംപറമ്പിലച്ഛനോട് ബാനയുടെ കാര്യം പറഞ്ഞത്. അച്ഛൻ സന്തോഷമായിട്ട് ഏറ്റെടുത്തു. എല്ലാ അച്ഛന്മാരെ കുറിച്ച് നിങ്ങൾക്കറിവില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. അവരുടെ നിർവചനം തന്നെ ഉംബ്ര എപ്പിസ്കോപ്പെ എന്നാണ്. മെത്രാന്റെ നിഴൽ എന്നാണ്. നിഴല് സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ആണല്ലോ. ജനറാളച്ചന്മാര് ഉംബ്ര എപ്പിസ്കോപ്പെ, ദ ഷാഡോ ഓഫ് ദ ബിഷപ്പ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെക്കാരെ ഞാൻ ഏൽപ്പിച്ചതും അച്ഛനത് നിങ്ങൾക്ക് വേണ്ടി ആ കർമ്മം ചെയ്യുന്നതും. പ്രത്യേകിച്ച് അച്ഛന് നമ്മളുടെ ഈ 2 പ്രോവിൻസുകളുടെ CCക്കാരുടെ പ്രത്യേക ചുമതലകളുമുണ്ട്. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യാളുമേ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് അനുമോദിക്കുന്നു. അമ്മയുടെ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അമ്മ രൂപതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പല പ്രോവിൻസും അതുപോലെ തന്നെയാണ്. നിങ്ങൾ രണ്ടും ഈ രൂപതയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് എല്ലാ തലങ്ങളിലും വഹിച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പോരായ്മകളൊക്കെ കാണും. പരിസ്ഥിതിത പറഞ്ഞല്ലോ, വിമാനം 1 മണിക്കൂറിൽ ഒരുപാട് വിമാനം അന്തരീക്ഷത്തിൽ ഓടുന്നുണ്ട്. പക്ഷേ പത്രങ്ങളിലും ചാനലുകളിലും വരുന്നത് താഴെ പോകുന്ന വിമാനത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. 1 മണിക്കൂറിൽ 1000കണക്കിന് വിമാനങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് 2 നില വിമാനങ്ങൾ, കിടന്നുറങ്ങിപ്പോകാവുന്ന വിമാനങ്ങൾ, ഒരു വിശദീകരണവുമില്ല. ഒരു പൊട്ട വിമാനം താഴെ പോയാൽ അത് വലിയ വാർത്തയാണ്. നമ്മുടെയൊക്കെ കാര്യം അങ്ങനെയാണ്. താഴെ പോകുമ്പോൾ അത് വലിയ വാർത്തയാകും. നിങ്ങൾ നല്ലതുപോലെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കുകയില്ല. മാർപ്പാപ്പ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമ്മളൊരുപാട് ത്യാഗങ്ങൾ ഇന്നത്തെ 2ാമത്തെ വായനയിൽ കേട്ടതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അൽഫോൻസാമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. കൊളയത്താമ്മ നമ്മളുടെ കാര്യങ്ങൾ സ്വർഗത്തിൽ ഇരുന്ന് പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് വലിയ ദൈവകൃപയുടെ അവസരമാണ്. നമ്മളെല്ലാവരെയും ദൈവത്തിന് ഞാൻ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലതുകരം ഞങ്ങളെല്ലാവരുടെയും മേലെ ഉണ്ടാകുമാറാകട്ടെ.